അങ്ങനെ നമ്മളെ വണ്ടി വന്നു. നമ്മൾ താജ്മഹൽ കണ്ട് ഇനി ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതന്നെ ബ്രഞ്ചായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് നമുക്ക് എന്തെങ്കിലും കയ്യിൽ വെക്കുക കൊണ്ടുവരുന്ന സമയത്ത്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ. പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. ടയർഡായോ? താജ്മഹലൊക്കെ കണ്ടു. പോട്ടെ പോട്ടെ. എന്താ പാട്? സെറ്റല്ലേ? ക്ലൈമറ്റ് ചെറിയ വിഷയം ഉണ്ടല്ലേ ഡോക്ടർ? അവിടെ കഴിഞ്ഞോ? ടയർഡായോ? അവിടെ അടുത്ത നമ്മളെ കോഴിക്കോട് ഫാമിലിയാണ്. എന്താ പാട്? താജ്മഹൽ ഓക്കെ അല്ലേ? ക്ലൈമറ്റിന് ഓക്കെ, ക്ലൈമറ്റ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പോട്ടെ പോട്ടെ. അപ്പൊ നമ്മൾ നേരെ അടുത്തത് ആഗ്ര ഫോർട്ടിലേക്ക് കണ്ടോ. നമ്മൾ നേരെ ആഗ്ര ഫോർട്ട് പ്രത്യേകത അറിയോ? രാജാക്കന്മാരൊക്കെ ഷാജഹാൻ, ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. പിന്നെ ഇത് താഴെ മുഹമ്മദ് ഷാ, അഹമ്മദ് ഷാ, ഇതൊക്കെ അങ്ങനെ കുറെ ആളുകളുണ്ട്. പക്ഷെ ഈ ബാജിസ എന്ന് പറയുന്ന ഈ ബാബർ മുതൽ ഔറംഗസീബ് വരെ എല്ലാ മുഗൾ രാജാക്കന്മാരും താമസിച്ചിട്ടുള്ള ഒരേ ഒരു ഫോർട്ട് ഇന്ത്യയില് ആഗ്ര ഫോർട്ട് ഉള്ളത്. അതായത് അവരുടെ തറവാട്. ഓക്കെ, അപ്പൊ താജ്മഹലിന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ തറവാട്ടിൽ കാണാൻ പറ്റും, അതായത് ആഗ്ര ഫോർട്ടിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ പിന്നെ അതേപോലെ തന്നെ ഹുമയൂണിന്റെ ബാത്ത് ടബ്, പഴയ കാലത്തെ ബാത്ത് ടബ്, അതേപോലെ തന്നെ പിന്നെ നമ്മള് റെഡ് ഫോർട്ടിൽ പോകുമ്പോഴും എല്ലാം. അപ്പോ ചോദിച്ചാണ്. അപ്പോ ഇതില്ലേ അത് ഈ എന്താ പറയാ, ദീവാനി ഖാസ്, ദീവാനി ആം ഒക്കെ ഇടണോ? അതായത് ഇവരുടെ പ്രീഷ്യസ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ദിവാനി ഖാസ്, ദിവാനി ആമ്, അതേപോലെ തന്നെ ഹമ്മാമ്, മസ്ജിദ്, അങ്ങനെ കുറെ സാധനങ്ങളുടെ, അതായത് നമുക്ക് കാണുമ്പോ ബിൽഡിങ്ങുകളായിരിക്കാം, പക്ഷെ അതിന്റെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ്. മൈസൂർ പാലസിനെക്കാളും ബെറ്റർ ആണോ അതോ അതേ ആവറേജ് വരുമോ? അതിന് ഫോർട്ടുകളല്ല, പാരമ്പര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല കാണാൻ എന്തായാലും മൈസൂർ പാലസ് മാതിരിയുള്ളതാണോ? പോകുമ്പോ കാണാം. അത് പാലസ് അതായത് അതുപോലെ ഇതുപോലെ ഒന്നുമില്ലല്ലോ, പക്ഷെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടന്റുകളാണ് ഓരോന്നിന്റേതായുള്ള. അത് എന്താ സാധനം തരുമോ? അതായത് ജനസമ്പർക്ക പരിപാടി ഉണ്ടല്ലോ, നേതാക്കന്മാർക്ക് കിങ്ങിനോട് സംസാരിക്കാനുള്ളത്, അതേപോലെ തന്നെ ജനറൽ പബ്ലിക്കിന് നേതാവിനോട് ഡയറക്റ്റ് ഓരോ പരാതികളോ അതും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അപ്പൊ അതൊക്കെ കാണാൻ നമ്മൾ പോകണം. അതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നേരെ ആഗ്ര ഫോർട്ട് പോവാ. അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തി. സോ അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിന്റെ അകത്തെത്തി. ഇവിടെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ടോ? അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന്, ഇപ്പൊ നമ്മള് ആഗ്ര ഫോർട്ട് കണ്ടു, ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ്. ഓക്കെ, ഇനി നാളെ മുതൽ ഡൽഹിയിലുള്ള കാഴ്ചകളാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്യും.